ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. രാവിലെ കുട്ടികൾ മദ്രസക്ക് പോയി, സ്കൂൾക്ക് പോയി, കുഞ്ഞുമ്മ പണിക്ക് പോയി. അപ്പോൾ ഇനി ഞങ്ങളെ പണി തുടങ്ങി. അവളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അമ്മ മുരിങ്ങൻ്റെ ഇല എടുത്താൽ ഉപ്പേരി വെക്കാൻ ഉണ്ടാവും ചോദിച്ച്. അപ്പോൾ ഉപ്പേരിക്ക് പോയിട്ട് താളിപ്പിന് വരെ കിട്ടൂല. കാരണം ആ മുരിങ്ങൻ്റെ ഇലമ്മ ചെറിയ ചായമായിട്ടൊരു ജന്തുക്കളുണ്ടാവും. ഉമ്മ നന്നാക്കണേ ഉമ്മ കണ്ണാണൂല മക്കൂരും. അപ്പം എൻ്റെ അടുത്ത തരല് ഞാനാണെങ്കിൽ പിന്നെ ഒരൊറ്റ ഇലയും കിട്ടൂല. ഇല്ലിപ്പോൾ ഫുള്ള് ജന്തുക്കളേ കാരണം. അപ്പോൾ താഴ്ച്ചാനേ കിട്ടലില്ല. അപ്പോൾ ഉമ്മ ഉപ്പേരി വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ആദ്യം താളിച്ചാൻ തന്നെ ഉണ്ടോ നോക്കിയാണ് ഉമ്മ മുരിങ്ങൻ്റെ ഇല ഇട്ടാൻ വയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ മടിയായി തുടങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ തടിയേണ്ടി വയ്യ, അപ്പം തന്നെ നമുക്ക് മടി പിടിച്ചോല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എടുക്കാന്നപ്പോൾ ഓടുങ്ങ വിളിച്ച് പറയണ്ട എന്തേലും നിർക്കുക. ഒരു 10 മിനിറ്റ് ആയാലും 5 മിനിറ്റ് ആയാലും 8 മിനിറ്റ് ആയാലും എന്തേലും നിർത്തിയിട്ട് അത് മതി വെക്കണ മാതിരി എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അപ്പം ചെറിയൊരു എനർജി പിന്നെയും വന്നു. അപ്പം എടുക്കുകയാണ്. പിന്നെ നമുക്കൊപ്പം ഒരാൾ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ തോന്നും. ഒറ്റക്കാകുമ്പോൾ ചടപ്പാ. ഉന്മാനില്ല, ഉന്മ പണിക്കുപോയി, ഉമ്മയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അടുപ്പത്ത് ഇങ്ങനെ വെച്ചുണ്ടാക്കുമ്പോൾ ഈ ഫോണും വീഡിയോയും വെച്ചുണ്ടാക്കലൊക്കെ പാടപ്പം വയ്ക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് ഇടാത്തത്. എല്ലാം പാടെ ഹാൻഡിൽ ചെയ്യാൻ വയ്ക്കണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കൊട്ട ഞാൻ അങ്ങോട്ട് കൊടുന്നിക്കണം അവിടുന്ന്. പിന്നെ ഈ ചെറിയ ബെഡും കൊടുക്കണം. അതേമാതിരി നമ്മൾ ഈ ബാഗിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചേക്കണം. മാക്സി അങ്ങനത്തെ കാര്യങ്ങൾ ഐറ്റംസൊക്കെ ഇതിലും ആക്കി വെച്ചു. ഇനിയുള്ളത് കുറച്ച് കഞ്ഞിപ്പാത്രം, പ്ലേറ്റ്, ഗ്ലാസ് അമ്മാതിരി സാധനമാണ്. അത് കവറിലാക്കിയാൽ സാധനങ്ങളൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. 10-ാം തീയതി ഒരു സ്കാനിങ് ഉണ്ട്. അപ്പോൾ അതിന് രാവിലെ പോകണം. ഇവിടെ രാവിലെ തുടങ്ങും സ്കാനിങ് ഇടക്കര. അപ്പം അതിന് പോയിട്ട് എന്താ അപ്പോൾ ഡോക്ടർ പറയും. പിന്നെ അതിനനുസരിച്ച് ഈ കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പാൻ്റെ കാര്യം തന്നെ കുറേ ആൾക്കാർ ഇപ്പാക്ക് വീൽ ചെയർ വാങ്ങിക്കൊടുത്തു ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതിൽ അടങ്ങിയിരിക്കൂല. നമ്മൾ കുറച്ചു നേരം കസാര ഇരുത്തി പോയാൽ തന്നെ നമ്മളിപ്പോൾ താങ്ങി പിടിച്ച് കിടക്കുന്നോടത്ത് താങ്ങി പിടിച്ച് നീപ്പിച്ച് കസേരയിൽ ഇരുത്തിയാൽ തന്നെ അപ്പോൾ ഒന്ന് നീച്ചും. ടി വി ഇടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ, വെള്ളം കുടിച്ചാൻ വരിക ഒക്കെ നമ്മൾ അങ്ങോട്ട് തരാറിനാ കേൾക്കൂല. അപ്പാൻ്റെ ഇത് മൈൻഡിൽ ഒരു ദീനോ ഇല്ല. അങ്ങനെ ഒരു ഇതാണ് പറഞ്ഞാൽ ഇപ്പം എവിടെ അടങ്ങിയിരിക്കൂല. അതുകൊണ്ടാണ് ഏറെ വെക്കണത്. നേരെ മറിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ കൊണ്ടുപോയി ഇരുത്തിയാൽ അവിടെ കുറച്ച് നേരം ഇരിക്കുക. പിന്നെ അവിടുന്ന് നീച്ച് നമ്മൾ താങ്ങി പിടിച്ച് കിടക്കണോടത്ത് കൊണ്ടുപോവുക. പിന്നെ അവിടുന്ന് ബാത്റൂമിൽ കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേ വീഴ്ച കുറവുണ്ടാവും. പക്ഷെ ഇപ്പം പല തടി നോക്കണില്ല. ഒരു സ്വഭാവ വൈകൃതം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത രീതിയാവുക. അങ്ങനെയാണ്. അവിടെ നീച്ചല്ലി എന്നാൽ കേൾക്കൂല. അപ്പോൾ നമ്മൾ നോക്കായിട്ട് ഇരിക്കിയിട്ടൊന്നുമില്ല. കുറേ കമൻറ്റ് കണ്ടു, നമ്മൾ ശ്രദ്ധിക്കണില്ല, അതൊന്നുമില്ല സംഭവം. അപ്പോൾ നമ്മളെ പെരിയിൽ നിൽക്കണവർക്ക് അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ. പുറമെ നിന്ന് കാണുന്നവർക്ക് പല രീതിയിൽ ചിന്തിക്കാം. അപ്പോൾ ആ വീഴ്ചയൊന്നും ഈ വിഗ്ഗലൊന്നും മാറിയാൽ തന്നെ ഉപ്പാൻ്റെ പകുതിയിലേറെ അസുഖം മാറി. ബാക്കിയൊക്കെ ഇങ്ങനെ സംസാരക്കുറവ്, കാഴ്ചക്കുറവ്, അതേപോലെ പല വേറെയും കുറേ ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ വേറെയും കുറേ അസുഖങ്ങളുണ്ട്. ആദ്യം തുടക്കം വീഴ്ചയാണ്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പോൾ വീണാലാണെങ്കിൽ ഉമ്മ ഒറ്റക്ക് ഉണ്ടാവുള്ളൂ. ഉമ്മാക്ക് ഒറ്റക്ക് താങ്ങാൻ വയ്ക്കൂല. കാണാണ്ട് വീണാൽ തടി ഒന്നായിട്ട് എടുത്തോണ്ട് ഇപ്പാക്ക് തന്നെ നീച്ചാൻ വയ്ക്കൂല. അപ്പോൾ തടി ഒന്നായിട്ട് എടുത്തോണ്ട് പൊന്തിച്ചണമെങ്കിൽ നല്ല നയിപ്പാണ്. ഉമ്മാൻ്റെ ഊരൻ്റെ അടപ്പൊക്കെ ഊരും. കൂട്ടാൻ വെക്കാൻ മീൻ കിട്ടിയിട്ടില്ല. എന്നാലും സാമ്പാർ കുറേ ഉണ്ടേനി. അപ്പോൾ കുറച്ചൊന്ന് ബാക്കിയുണ്ട്. അത് ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെ മതി. പിന്നെ മീൻ കിട്ടിയിട്ടില്ല. മീൻ ചിലപ്പോൾ ഇനി വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഉമ്മ താളിപ്പ് മുരിങ്ങൻ്റെ ഇലയും കിട്ടുമോ നോക്കട്ടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കണം. അപ്പം ഉമ്മ താളിച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും മുരിങ്ങൻ്റെ ഇല കിട്ടിയിരിക്കണം. ഇനി ദൂരിയിട്ട് നമുക്ക് കാണാം അത്രത്തോളം ഉണ്ടാവുമെന്ന്. ഇതിലാ
അപ്പോൾ വീഡിയോ അപ്പോൾ ഇതുമ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതുമ്പോൾ ഫുള്ള് കായാളിക്കരട്ടെ ചായ് എല്ലാ മുരിങ്ങൻ്റെ ഇലയും ഉണ്ടാവും. അപ്പം നോക്കി നുള്ളി പൊറുക്കിയെടുക്കട്ടെ. താളിച്ചാൻ വേണ്ടിയിട്ട് വലിയൊരു മുരിങ്ങാക്കൊമ്പ് വെട്ടിയിരിക്കണം കേട്ടോ. കൂട്ടാനെന്താ ചോദിച്ചിട്ട് അപ്പോൾ ഇന്നലെ സാമ്പാറുണ്ടായിനി, അതുണ്ട്, ഇന്നൊക്കെ ഉണ്ട്. മീൻ കിട്ടിയിട്ടില്ല, മീൻ വണ്ടി പോയി. ഞാൻ പിന്നെ ചോറ് മുറത്ത് ഇറങ്ങിക്കുകയാണ്. അടിച്ചായിരുന്നു, ചോറ് അടുപ്പത്തുണ്ട്. അങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണം. അടിച്ചാറിലൊക്കെ കഴിഞ്ഞ് നമ്മളെ പുറത്ത് നല്ല വെയിലാട്ടോ. കുരുമാ പണിയെടുക്കണോടത്തൊക്കെ പെരും വെയിലാറിഞ്ഞിരിക്കണം. മുഖമൊക്കെ ആകെ കരിഞ്ഞ് ഇതയിക്കണം മുഖമൊക്കെ. എന്നിട്ട് അന്ന് രാത്രി സാബോളിയും തേച്ച് കിടക്കല. അപ്പോൾ എൻ്റെ അടിച്ചാറിലൊക്കെ കഴിഞ്ഞ് ഉമ്മ തുടക്കുന്നുണ്ട്. പിന്നെ നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് കേട്ടത്, ഗർഭിണികൾക്കില്ലേ. ഞാൻ ആദ്യം ഇത് വരകിയോ അല്ലെങ്കിൽ കലക്കി കുടിച്ചില്ലേനി. അപ്പോൾ തൂക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് പൊടി തുടങ്ങി. പിന്നെ ഡോക്ടർ പൊടിയൊക്കെ എഴുതിനി, ഇതും എന്നും വരകി തിന്നു. അപ്പോൾ ഇത് നല്ലതാണ്. ഇതേപോലെ ആരെങ്കിലും തിന്നാത്തവരൊക്കെ ഉണ്ട്, ഇത് തിന്ന് നോക്കണേ. ഇപ്പോൾ കിട്ടുന്ന പൊടിയാണ് ഗ്രാവിപ്രോ പറഞ്ഞുണ്ട്. ഇത് കുറേ ആൾക്കാർ പിന്നെ മാതിരി ഇത് മാറ്റി വെക്കണവരുണ്ടാകും. പക്ഷേ ഇത് കഴിക്കണം നല്ലതാട്ടോ. തൂക്കം വെക്കാനും എല്ലാത്തിനും വെയിറ്റിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് മാറ്റി വെക്കില്ല. ഇത് കൊടുന്നതൊക്കെ മാസം കൊണ്ടുവരുന്നൊക്കെ ഇത് കയ്യിലാണ്. ആദ്യത്തെ പ്രാവശ്യം കൊടുന്നൊക്കെ ഞാൻ മാറ്റി വെച്ചു, അങ്ങനെ കേടുന്ന് പോയി. എങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മളെ കുന്മാനെത്തിട്ടോ. വെയിലുണ്ടിട്ടേ നല്ലോ നിറം വെച്ചിക്കണം. വെയിലുണ്ടിട്ടേ നല്ലോ നിറം വെച്ചിക്കണം. മുളത്ത് തൊടുത്ത് പറഞ്ഞോളി. എന്താ ഡിക്കിയിൽ പോണം? എടുത്തു പോരി, ഫോൺ എടുത്തോളി. എന്ത് മുത്തുമോളെ എന്താ വെയില്, ഒരു രക്ഷയില്ല. നല്ല വെയിലാലേ. കരിമ്പട്ടി മാറ്റിക്കുന്നു. ആദ്യം പറഞ്ഞ നല്ല ചൊറുക്ക് കുടിക്കണല്ലോ ഒക്കെ പറഞ്ഞോളൂ. ഇപ്പൊ എന്താ പറയാ, ആരാ ചൊറുക്ക് കുടിയാറിന്? അത് നാള് കണ്ണോട്ടന്മാരാ പറഞ്ഞേ. ഈ പണിക്ക് പോയതാണ് അവസ്ഥ. 2 ദിവസം ലീവ് എടുത്താല് 2-3 ദിവസം ലീവ് എടുത്താൽ കൊടുക്കും നമ്മള്. പിന്നെ അതേപോലെ അപ്പൊ നമ്മളെ കുടുംബം വിളിക്കും. മുട്ടായി അങ്ങ് പോയി. ഇന്നലെ ഉണ്ടാക്കിയ പായസത്തിന് ബാക്കിണ്ട്. ഗോതമ്പ് കുത്തിങ്ങാണ്ട് ഉരലില് കുത്തിങ്ങാണ്ട് കുക്കറിൽ വേവിച്ച്. ഇത് പായസല്ല, പുലാവി. നമ്മളവിടെ പുലാവി ഒന്നും ഉണ്ടാക്കില്ല, നമ്മൾ പായസമാണ്. ഉമ്മാക്ക് ഇവിടെ പുലാവി എന്ത് പായസമായാലും ഭയങ്കര ഇഷ്ടാ. പാലും ചിലർ തേങ്ങയൊക്കെ ചേർക്കും. പിന്നെന്തൊക്കെ ഇപ്പൊ നമ്മള് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചാടി കഴിഞ്ഞു അല്ലേ? ഏതാണ് പണി ഇനി അന്നൊരു കണക്കേത്തുണ്ട്, മസ്റ്റാ അല്ലേ? എല്ലാ കണക്കുകളും ആ ബുക്കിലുണ്ടാവും. എന്താ പരിപാടി? വെറുതെ സാധനം വാങ്ങാൻ പോട്ടെ, കടയിൽ പോവാണല്ലേ? ഇതിന്റെ അപ്പം ഈ വാലെപ്പോഴും ഉണ്ടാവും. മാറ്റണുണ്ടല്ലോ അവിടെ മാറ്റാണ്. മറ്റോന് അവിടേക്ക് പോയിക്കണം, പീപ്പിൾസ്ക്ക് പോയിക്കണം, മാൻ്റെ അടുത്തേക്ക്. അപ്പൊ ഇവല് അവിടുത്തെ പീപ്പിൾസത്തെ പരിയില് വാതിൽ വെച്ചിക്കണല്ലോ നമ്മളെ അടുക്കള ഭാഗത്ത്. അപ്പൊ അതിന് പെയിന്റ് അടിച്ചിട്ടില്ലേ, ഇനിയപ്പോ പെയിന്റും സാധനത്തൊക്കെ പോവാണ്. ഇന്ന് അടിച്ചണില്ല, ഇനി പണി ലീവ് ആവുമ്പോ അടിച്ചണം പറഞ്ഞിട്ടില്ലേ? പോയിക്കോളി. അപ്പൊ നല്ല വെയിലില്ലേ? ഓ ശരി. വെയില് നല്ല വെയിലാണ്, മുഖത്തെല്ലോം കാണാണ്ടാവും.
ഇനിയിപ്പോ ചൂട് തുടങ്ങണുള്ളൂ. ഇനിയിപ്പോ മാർച്ചൊക്കെ ആകുമ്പോ പേര് വെയിലേക്കാരം. നട്ട വെയിലേക്കാരം. അപ്പൊ അതാണ് ഈ വെൽഡിങ് പണീന്റെ മെച്ചെന്ന് വെച്ചാൽ നല്ലോണം വെയിൽ കൊണ്ട് ഉണക്കമി അതിൽ ഉണങ്ങ അല്ലേ? അപ്പൊ ഇനി ഏതായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കിയല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അങ്ങനെ കണ്ടില്ലേ, വാരന് പോകാനുള്ള തയ്യാറെടുപ്പില്ല.